സൂറത്ത് എന്നല്ലേ? സൂറത്തുൽ ഇഖ്ലാസ്. എനിക്ക് കുൽ ഹുവല്ലാഹി അറിയാവുള്ളൂ, മതി. അതിന്റെ മഹത്വമായി പറയുന്നത് ഒന്നാമത്തത് ഖുർആനിന്റെ 1/3 ഓതിയ കൂലിയാണ്. രണ്ടാമത്തെ നേട്ടം 50 വർഷത്തെ പാപം പൊറുക്കുന്നതാണ്. മൂന്നാമത്തെ നിബിധങ്ങൾ പറഞ്ഞു സ്വർഗ പ്രവേശനം ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം ലഭിക്കുമെന്ന്. നാലാമത്തെ നിബിധങ്ങൾ പറഞ്ഞു ഹുബ്ബുല്ലില്ല, അള്ളാഹു നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. അഞ്ചാമത്തത് നാവിൽ എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ആണ്, അവന്റെ ദുആ അള്ളാഹ് സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമത്തത് നിബിധങ്ങൾ പഠിപ്പിക്കുന്നു അവന് ദാരിദ്ര്യം ഉണ്ടാകില്ല. ഏഴാമത്തത് മലക്കുകളുടെ മയ്യിത്ത് നമസ്കാരം അള്ളാഹുവിന് കൊടുക്കുമെന്നാണ്. അതാണ് എട്ടാമത്തത് ഖബറിന്റെ അദാബുകളെ തൊട്ട് രക്ഷപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒൻപതാമത് നിബിധങ്ങൾ പറയുന്നു സ്വർഗത്തിൽ ധാരാളം വീടുണ്ടാകും. പത്താമത്തെ നേട്ടം നന്മ ചെയ്യുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുമെന്നാണ്. 11ാമത്തെ നേട്ടം അള്ളാഹിന്റെ റസൂല് പറഞ്ഞു സൂറത്ത് പതിവാക്കുന്നവരുടെ അയൽവാസികൾക്കും അള്ളാഹു ഗുണം നൽകും. 12ാമത് നിബിധങ്ങൾ പറയുന്നു സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ നിസ്കാര ശേഷവും 10 തവണ പതിവാക്കുന്നവർക്ക് ഇഷ്ടമുള്ള വാതിൽ കൂടി സ്വർഗത്തിൽ പോകാമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ. 13ാമത്തെ നേട്ടം മുത്തുനിബിധങ്ങൾ പഠിപ്പിക്കുന്നു സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മാത്രമല്ല സ്വർഗത്തിൽ പ്രത്യേക പരിഗണന അള്ളാഹു കൊടുക്കുമെന്നാണ്. 14ാമത്തെ നിബിധങ്ങൾ പറയുന്നു സിറാത്ത് എന്ന പാലമുണ്ട്, ആ പാലത്തിൽ മിന്നല് വേഗത്തിൽ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ കുതിരപ്പടയാളിയെ പോലെ ഈ സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുന്നവർക്ക് അള്ളാഹു കടന്നു പോകാൻ ഭാഗ്യം കൊടുക്കുമെന്ന്. 15ാമത്തെ നേട്ടം മരണസമയം അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുമെന്നാണ്. 16ാമത്തെ നിബിധങ്ങൾ പറഞ്ഞു രാവിലെ 3 തവണ വൈകുന്നേരം 3 തവണ നിങ്ങൾ പതിവാക്കിയാൽ സിഹിർ, കണ്ണേറ്, വെളിദോഷം, പ്രാക്ക് അങ്ങനെ തുടങ്ങിയുള്ള ഒരു വസ്തുവകകളും നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ അള്ളാഹു ഏൽപ്പിക്കൂല, നിങ്ങൾക്ക് ഏൽക്കൂല. ഒരു കവചം അള്ളാഹു തരുമെന്നാണ്. അതുപോലെ 17ാമത്തത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ചെയ്യുന്ന കച്ചവടങ്ങളിൽ ബറക്കത്ത്, തൊഴിലുകളിൽ ബറക്കത്ത്, ജോലികൾ ഉയർച്ച അങ്ങനെ തുടങ്ങിയുള്ള സാമ്പത്തിക അഭിവൃദ്ധി അള്ളാഹു തരുമെന്ന്